Victor, you will see the power of the Syndicate. You cannot escape our radius. Blowing your head off is a piece of cake for me. പണം, പദവി, സ്വാതന്ത്ര്യം, ഇത് മൂന്നും കോറിലേറ്റഡ് ആണ്. പണമുണ്ടെങ്കിൽ പദവിയുണ്ട്, പണമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. മണി ഈസ് ദ മോസ്റ്റ് പവർഫുൾ മീഡിയം. പണം ഉണ്ടാക്കണം ഒരുപാട്. മാത്ത, പൈസ ഉണ്ടാക്കാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മേലേ? നിനക്ക് നാണയില്ലേ? യൂട്യൂബ് ചാനല് പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മാത്തൻസ് ഫുഡ് വ്ളോഗ്. എന്ത് നാണം, എന്നാ മാനം. അന്ന് ഏതന്മാരൊക്കെ ഇപ്പൊ ഹോം ടൂർ ചെയ്തോണ്ടിരിക്കുക. ഞാൻ എന്നാ റോയ്, എടാ ഒരു മിനിറ്റ്. ബെന്നി ചേട്ടാ. മാത്ത, നീ എന്നെ അവര് വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ പറഞ്ഞതല്ലേ നാളെ അത് കൊടുത്തോളാം ബെന്നി ചേട്ടാ. ഒരു ദിവസം മാത്രമേ അത് പെൻഡിങ് ആയിട്ടുള്ളൂ. ഇത് പണിയാവേ. നീ ആദ്യം അവരെ വിളിക്ക്. ഒറ്റ ദിവസമല്ലേ ആയുള്ളൂ. ഞാനേ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ട്, അത് കഴിയുമ്പോൾ കൊടുത്തോളാം. ജോലി നീയാ? ഓക്കെ ഏട്ടാ, ഞാൻ വിളിച്ചോളാം. നിന്നെ ജോലിക്ക് പോയോ? ജോലിക്ക് എൻ്റെ പട്ടി പോവും. ജോലിയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞ. നിന്നെ കൊടുക്കാനടാ? എടാ ഇതേ, ഞാൻ ആ ബെന്നിച്ചേൻ്റെ കെയർ ഓഫിൽ ഒരാളുടെ നിന്ന് കുറച്ച് പൈസ മേടിച്ചായിരുന്നു. അതിപ്പോൾ ഇൻട്രസ്റ്റ് അടച്ചോണ്ടിരിക്കുക. മുതൽ മുഴുവൻ തീർന്നു. പണ്ടാരം പലിശയിലെടുത്താ. ആ സാഗർ പറഞ്ഞിട്ട് ക്രിപ്റ്റോയിൽ കാശ് കൊണ്ടിട്ട് ഇപ്പോൾ അടപടലം മൂഞ്ചി കാശും പോയി. എടാ, നിന്നോടൊന്നാവുന്നത് പറഞ്ഞാ എന്നെ കൂടെ ഒന്ന് കൂട്ടാൻ. അപ്പം നീ എന്നാ പറഞ്ഞത്? നിനക്ക് കിട്ടുന്ന മറ്റേ വൻപൻ ലാഭം മൊത്തം എനിക്കൂടെ ഷെയർ ചെയ്യണം. അളിയ, ദൈവമുണ്ട്, നീ അത് മനസ്സിലാക്കിയാൽ മതി. എടാ ശവത്തെ കുത്തല്ലേ പ്ലീസ്. അല്ല നീ എന്നെ എവിടെ ഇപ്പോൾ? ഞാൻ ഫുഡ് വാങ്ങാൻ വന്നാ. എടാ, നീ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണം. ഒന്നുമില്ല, നമ്മൾ ഒന്നിച്ച് പഠിച്ചല്ലോ അളിയാ. ഓക്കെ ഓക്കെടാ, ബൈ. ഓക്കെടാ. മയിര് അവനിത് മുഴുവൻ തിന്നു കൊടുത്തു. പിന്നെ ഈ എന്നാ മുപ്പാണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പച്ച, എന്തുവായി നോക്കുന്ന? ഒരു കാര്യം നോക്കോടാ, നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ. Martha, your YouTube video got 1 million views. എന്റെ പൊന്നാനി, രാവിലെ നീ എന്റെ വായനൊന്നും കേക്കല്ലേ. രാവിലെ അല്ല, രാത്രി ആകാറായി. നിങ്ങൾക്ക് നാണയില്ലേ KFC പോയിട്ട് ഫുഡ് വ്ലോഗ് ചെയ്യാന്? അതും പോപ്കോൺ ചിക്കൻ വെച്ച്. ആരേലും ചെയ്യുന്ന പണിയാണോ? ഇടി, അതങ്ങനെ ചെയ്യുമ്പോഴല്ലേ മാത്തൻസ് ബ്രില്യൻസ് ആകത്തുള്ളൂ. അല്ലാതെ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആയി പോകത്തില്ലേ. എന്തേലും കാണിക്ക. തേണ്ടേ, നിങ്ങളുടെ വലിയപ്പച്ചൻ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. എണീറ്റേ, എനിക്കിത് നൈറ്റ് ഡ്യൂട്ടിയാ. എന്നൊന്ന് കൊണ്ടുവിടാവോ? വിളിച്ചോളാം. ഹലോ അപ്പച്ചാ. മാത്തപ്പാ, ഇതിന് പാതിരാത്രിയായില്ലേ? ഉറങ്ങാറായില്ലേ? അതന്നെടാ നിന്നെ വിളിക്കാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കണോ? ഞാനോർത്തു പഴയ സയൻസ് മാഷ് തട്ടിപ്പോയെന്ന് പറയാനായിട്ട് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. നിന്റെ അപ്പൻ ചത്തിട്ട് അവന്റെ ആണ്ടും കൂടിയിട്ടേ ഞാൻ ചാവും. വല്ലാത്ത ആഗ്രഹമായിപ്പോയല്ലോ അത്. ഏതെങ്കിലും ഇംഗ്ലീഷ് പടം കണ്ടോണ്ടിരിക്കുവായിരുന്നോ? വല്ല ഇക്കിളിയായിരുന്നോ? പോടാ, നിന്റെ ക്രിപ്റ്റോ ഒക്കെ എന്തായി? വല്ല ലാഭം കിട്ടുമോ? പിന്നെ ഭയങ്കര ലാഭമല്ലേ. വല്ലതും വിറ്റുപോയാലേ എല്ലാം കിട്ടുള്ളൂ. എടാ, നീ അതൊന്നും ഓർത്ത് തളരണ്ട. ഈ ഞാൻ തന്നെ എത്രയോ ബിസിനസ് ചെയ്ത് പൊട്ടി പാളീസായി. ട്രൈ ചെയ്തില്ല എന്നുള്ള റിഗ്രറ്റും എനിക്കില്ല. നീ എന്തായാലും ജോലിയൊക്കെ ഉപേക്ഷിച്ച് എന്തോ ബിസിനസ് തുടങ്ങണമെന്ന് വെച്ച് നടക്കുമല്ലേ. അപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ് വേണം നിനക്ക്. ലൈഫ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ.
എപ്പോൾ ബിസിനസിന്റെ കാര്യം പറഞ്ഞാലും അപ്പന് പറയാനുള്ളത് വല്യപ്പൻ അറിയാൻ മേലാതെ കുറെ ബിസിനസ് ചെയ്ത് പൊട്ടി പാളിച്ചായ കഥയാ. ഇനിയിപ്പോ വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ രക്ഷയുള്ളൂ. അതാവുമ്പോ കാശിറക്കണ്ടല്ലോ. അതൊന്നും വേണ്ട, നമ്മുടെ പറമ്പിലെ തേക്ക് വിറ്റു, ഇച്ചിരി ക്യാഷ് കിട്ടി. നീ ഒരു ബിസിനസ് തുടങ്ങും. ഒന്നുമില്ലേലും ഞാൻ നിന്റെ ഗോഡ് ഫാദർ അല്ലടാ. വിക്ടർ കുര്യൻ അപ്പച്ചന്റെ ഒഫീഷ്യൽ നെയിം അതല്ലേ? ഹലോ റോയ്, എടാ എൻ്റെ ട്രെയിൻ മിസ്സായി. എപ്പോഴത്തെ ട്രെയിൻ? 1 hourലുണ്ട്, പക്ഷെ ലേറ്റ് ആവും. എടാ എക്സിബിഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? എക്സിബിഷൻ ഒക്കെ നല്ലായിരുന്നടാ. നീ ആ സാഗറിനെ ഒന്ന് പിക്ക് ചെയ്യോ? എന്തിനാ, അവനും വരത്തില്ലേ? എടാ ഞാൻ പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കമ്പനി വഴി പോയതല്ലേ, അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ? ആ ഓക്കെ ഞാൻ പിക്ക് ചെയ്തോളാം. അപ്പച്ച, എന്തുവാ അപ്പച്ച ഈ ചെയ്യുന്ന? മാത്തപ്പ, നിനക്ക് പ്രസം എന്താണെന്നറിയോ? ആ, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ് പാസ് ചെയ്താൽ റെയിൻബോ വരത്തില്ലേ, പിന്നെ വീണ്ടും പ്രസം ഇൻവേർട്ട് ചെയ്താൽ വൈറ്റ് ലൈറ്റും വരത്തില്ലേ അല്ലേ? വെരി ഗുഡ്, സിമ്പിൾ ഫിസിക്സ്. എന്നാ നിനക്കും ഇരിക്കട്ടെ ഒരു പ്രസം. വാവ്. മാത്തപ്പ, ലൈഫ് ഈസ് ഓൾസോ ലൈക്ക് എ പ്രസം. അവസരങ്ങൾ ജീവിതത്തിൽ ഈ പ്രസത്തിൽ വീഴുന്ന ലൈറ്റ് പോലെയാണ്. മേക്ക് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് വെൽ, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. പക്ഷേ റോയ് എന്നെ സ്വിച്ച് ഓഫ്. ഹലോ മാത്താ, ബെനി ചേട്ടാ. ആ എടാ, എന്തെങ്കിലും ഓട്ടോ ഉണ്ടല്ലേ? നാളെ എന്നെ വൈകുന്നേരത്തേക്ക് വിളിച്ചാൽ മതി. എൻ്റെ വണ്ടിയുടെ സെൻട്രൽ ലോക്കിംഗ്. ചേട്ടാ അതൊന്നും ഒരു കുഴപ്പമില്ല. അവനാ സാഗറിനെ ഒന്ന് പിക്ക് ചെയ്യാവോ? ഞാൻ ഇവിടെ ലണ്ടനിലെ സ്റ്റക്കാ. അവൻ 1 hourൽ എയർപോർട്ടിൽ എത്തും. ആയിക്കോട്ടെ, ഞാൻ പിക്ക് ചെയ്തോളാം. ഓക്കെ. Victor, you have not kept your word. I need my gift box, or else you will see. No, wait. What? Hello? Your person is with me, and he doesn't have any boxes. Please. Hello? ബെനി ചേട്ടാ എടുക്ക്. ഇയാളിത് എവിടെ പോയി കിടക്കുവാണോ? റോയ്, Victor, you have 24 hours before I lose my patience. Do not fail me, or you will see a wrath. Bring me that gift box back. You have 24 hours to return our gift box. Meet your friend underground. Underground. Subway. നീ ആ സാഗറിനെ ഒന്ന് പിക്ക് ചെയ്യോ? എന്തിനാ, അവനും വരത്തില്ലേ? എടാ ഞാൻ പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കമ്പനി വഴി പോയതല്ലേ, അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ? ആ ഓക്കെ ഞാൻ പിക്ക് ചെയ്തോളാം. ഒരു കാട്ടുമാക്കാനെ പോലെ ഒരുത്തൻ. നീ കണ്ടോ? അത് ഞാനെങ്ങനെ കാണാനാണ്? ബോംബറി വെച്ചേക്കുമല്ലേ. അതിന് അവൻ്റെ അമ്മൂമ്മയുടെ മഞ്ഞക്കണ്ണാടിയും. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി എന്നെ പറ്റാണ്, എൻ്റെ വണ്ടി കൊണ്ടുപോയി. അപ്പൊ സാഗർ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക്
ഗിഫ്റ്റ് ബോക്സിൽ ഇല്ലായിരുന്നു എന്നറിയായിരുന്നു. ഗിഫ്റ്റ് ബോക്സ് അത് തന്നെ അമ്മാരെയും പറഞ്ഞേ. നീ എന്ത് തേങ്ങ അമ്മാർക്ക് കൊടുക്കാനുള്ളേ? അതിന് ഇതൊക്കെ ആരടാ? എടാ ഞാൻ പറയാം, നീ മനസ്സമാധാനത്തോടെ കേക്ക്. അല്ല ഇത്ര സമാധാനം മതിയോ? മനുഷ്യന് സകല സമാധാനം പോയി. നീ അവൻ്റെ സമാധാനം, ഫോണും പോയി വണ്ടിയും പോയി, ഇവിടെ കുത്തിയിരിക്കാൻ 2 മണിക്കൂറായിട്ട്. സാഗർ അവന്മാരുടെ കസ്റ്റഡിയിലാ. ബെനിച്ചേട്ടനെയാണെ വിളിച്ചിട്ട് ഫോൺ സാഗർ കൊടുക്കുന്നില്ല. എങ്ങനെ? ബെന്നിച്ചേട്ടൻ എങ്ങനെ ഇതിൽ പെട്ടു? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ ഒന്ന് തെളിച്ച് പറ ആളിയാ, ഒന്നും മനസ്സിലാവുന്നില്ല. എടാ അതൊക്കെ ഞാൻ പറയാം. നിന്നോട് ഞാനിവിടെ വരുമെന്ന് ആരാ പറഞ്ഞേ? You have 24 hours to return our gift box. Meet your friend on the ground. ഇനിയെങ്കിലും സത്യം പറടാ. നമ്മൾ 2 months മുമ്പേ ഒരു ട്രിപ്പ് പോയില്ലായിരുന്നോ? കമ്പനി തുടങ്ങി കഴിഞ്ഞ് അവിടെ വെച്ച് ഞാൻ ലോൺ എടുത്ത ആൾക്കാർ എന്നെ വിളിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഒരു അൺനോൺ നമ്പറിൽ നിന്നായിരുന്നു കോൾ വന്നേ. Hello, Victor. Congratulations on your new venture. You know you owe us some money, but I think I can let it go. I am Matthew, not Victor. I know, but I like to call you Victor. I have an offer. What offer? I know you like the taste of money. Just bring a small gift box from a What box? I'm not interested. I'll pay back your money soon. Take your time. I will call again. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. എടാ റോയ്, നീ എവിടെയാ? ഞാൻ വീട്ടിലാടാ. ഞാൻ ഇപ്പം അങ്ങ് വരുവാ. ഓക്കെ. ഓക്കെ ശരി. ഹലോ. Hello, Victor. See what's in your hands. A treasure of opportunities. Send someone and get my gift box back from this place, and I will give you a price. This is your last chance. Just remember, accept, and I will have more and more gift boxes to travel with you. What is inside the box? എടാ സംഭവം കൊള്ളാം, പക്ഷേ ഈ പറയുന്ന ബോക്സിൽ വാച്ച് തന്നെയാണോ? എടാ സാഗര, നീ തുറന്നു നോക്കിക്കോ. വാച്ചെല്ലാം തന്നെ കൊണ്ടുവരണ്ട. അതെന്തോ റയർ വാച്ചാ. സംഭവം ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50-50. എനിക്കാണെ എക്സിബിഷൻ ഉണ്ട്. അല്ലായിരുന്നേ ഞാൻ പൊക്കൊണ്ടേനെ. റോയിന് ഇവിടത്തുമില്ല. റോയ്ക്കറിയാവോ? റോയി അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എടാ നല്ലപോലെ ക്യാഷ് നടയുന്ന ഓർത്താൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്തത്. ഇത് റിസ്ക് അല്ല, നിനക്ക് പൈസയുടെ ഒരു ഒടുക്കത്തെ നടത്തി. ആ ഗിഫ്റ്റ് ബോക്സ് എന്തായിരുന്നു? നീ എന്നോട് പറയുന്നത് സാഗറിനെ ഉൾപ്പെടുത്തിയത്. എടാ പറ്റിപ്പോടാ. പറ്റാനൊന്നുമില്ല. നീ ഇതിൽ നിന്ന് ഊരിയാലും ഊരിയില്ലെങ്കിലും ശരി, നിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിനും ഇല്ല, ഒരു പരിപാടിക്കും ഇല്ല. എടാ മാത്താളെ, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. എടാ വേണ്ട, നമ്മൾ അവരുടെ സർവൈലൻസിലുള്ളതാ. എടാ വേണ്ടടാ. ആണ്ടെ ആനെ വിളിക്കുന്നു. ഹലോ മാതാ, there is someone with a mask outside the door. എനിക്ക് ഭയങ്കര പേടിയാവുക. നീ ഒന്നും ചെയ്യണ്ട, അകത്തന്നെ ഒന്നോ. മാതാ. Hello, Victor. Don't worry, Victor. But please don't let me do anything wrong. Please stop this. Don't hurt my wife. I cannot handle my feelings. Find my gift box, and then I will leave you. ഹലോ എന്നെ ഒന്നും മിണ്ടാത്തേ. ഇപ്പൊ ഡോറിന്റെ വെളിയിൽ ആരെയും കാണുന്നില്ല. പേടിക്കണ്ട, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിച്ചോളാം. ചേട്ടാ അതൊന്നും ഒരു കുഴപ്പമില്ല. അവനാ സാഗറിനെ ഒന്ന് പിക്ക് ചെയ്യാവോ? ഞാൻ ഇവിടെ ലണ്ടനിലെ സ്റ്റക്കാ. മാത്രം പറഞ്ഞതനുസരിച്ച് ഞാൻ സാഗറിനെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലെത്തി. ബെനിച്ചേട്ടാ കേറടാ. ഞാൻ മാത്രമേ വിളിക്കുമായിരുന്നു. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ ട്രെയിനില്ല. അവൻ എക്സിബിഷൻ കഴിഞ്ഞ് എത്തിയില്ലേ? അതല്ലടാ, അവന് ട്രെയിൻ മിസ്സായതാ. ചേട്ടാ എനിക്ക് നല്ല ഫുഡ് വല്ലതും കഴിക്കണം. 2-3 ദിവസമായി മരുഭൂമിയിൽ.
എന്നാൽ പിന്നെ നമുക്ക് മാളിലുള്ള കേരള റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. അവൻ ബാഗിൽ നിന്നൊരു റെഡ് ബോക്സ് എടുത്ത് ബാഗിൽ വെക്കുന്നത് ഞാൻ കണ്ടു. ഫുഡ് കഴിച്ചിട്ട് അവൻ പറഞ്ഞ സ്ഥലത്ത് പോയി. അവൻ ആ ബോക്സ് എടുത്ത് ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത ഒരു കാറിലേക്ക് പോയി. ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്നാണ് പറഞ്ഞത്. അവിടെ സാഗറിനെ അവന്മാർ അറ്റാക്ക് ചെയ്തു. പെട്ടെന്ന് ആരോ എൻ്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തു. കണ്ണു തുറന്നപ്പോൾ ആരെയും കാണുന്നില്ല, ആ വണ്ടിയുമില്ല. Hello, Ben. എന്നെ കുറേ നേരം ചുറ്റിച്ച് അവസാനം ഇവിടെ എത്തി. ഇതിനൊക്കെ ഞാനാ തുടക്കം. മാത്തിന് കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവന്മാരെ മുട്ടിച്ചു കൊടുത്തത്. അത് ക്രിപ്റ്റോ മാങ്ങാത്തൊലിക്കാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടുമായിരുന്നു. എൻ്റെ പൊന്നു കേട്ടാ, ഇവൻ്റെ അത്യാഗ്രഹം സംഭവിച്ചതെല്ലാം. ഇനി ഇതിൽ നിന്ന് ഊരിയാലില്ലെങ്കിലും ശരി, ഇനി ഇവൻ്റെ കൂടെ പാർട്ണർഷിപ്പ് ഞാനില്ല. എടാ കോപ്പേ, നീ എൻ്റെ പിറകെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് നടന്നത്. എന്നിട്ട് കൂടുതൽ പറയരുത് കേട്ടോ. ചേട്ടാ, ശരിക്കും ഇവരാരാ? ഓ, ഇനി ഇതറിഞ്ഞിട്ട് തന്നെ കല്യാണം ആലോചിക്കാനോ? എടാ നിർത്ത്. ഇതൊരു വലിയ ഗ്രൂപ്പാണ്, ഒരു അൾട്രാ അണ്ടർവേൾഡ്. ഇവരുടെ അണ്ടറിലാണ് ബിനാമിയായി ഇവിടെ പല പണിയും നടക്കുന്നത്. ഇവരാണ് ദ ഇൻഫിനിറ്റി ഗ്യാങ്. 1890-കൾ മുതൽ ഇവരുടെ പ്രസൻസ് ഉണ്ട്. ലേബർ ട്രേഡിംഗ് ആയിരുന്നു ഇവരുടെ ആദ്യത്തെ ബിസിനസ്. പിന്നീട് അവർ മുഖേന ഇല്ലീഗൽ സ്മഗ്ലിംഗ്, ക്രിസ്റ്റൽസ്, വെപ്പൺസ്. ഇവരെ തുടക്കത്തിൽ സ്ട്രീറ്റ് കിങ്സ് എന്നും പിന്നീട് ഇൻഫിനിറ്റി ഗ്യാങ് എന്നും ആളുകൾ അവർക്ക് പേരിട്ടു. അവർ ഒരു പാമ്പിനെ പോലെയാണ്, ദ ക്രൂവൽ പ്രഡേറ്റർ. 1980s രണ്ട് ഗ്രൂപ്പായി സ്പ്ലിറ്റായി. ദ വൈറ്റ് ഇൻഫിനിറ്റി ഗ്യാങ് ഫുട്ബോൾ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് എന്നിവയായിരുന്നു അവരുടെ കൺട്രോളിലുണ്ടായിരുന്നത്. രണ്ടാമത് ദ നൊട്ടോറിയസ് ബ്ലാക്ക് ഇൻഫിനിറ്റി ബൈക്കർ ഗ്യാങ്. സിറ്റിയിലെ ഓർഗനൈസ്ഡ് ക്രൈംസ് എല്ലാം ഇവരുടെ കൺട്രോളിലായിരുന്നു. ആസ് പെർ ലേറ്റസ്റ്റ് റിപ്പോർട്ട്, they have appointed their new family head, Adrian Edison Infinity. They own the palace in Vinewood Avenue. They targeted local tourist companies to run their trade line smooth. അവർക്ക് ഒരുപാട് ഓഫ് ലൈസൻസ് ക്യാഷ് ഡീലിങ്സ് ഉണ്ട്. അതിൽ എനിക്കൊരു കോൺടാക്റ്റ് ഉണ്ട്. കാശിന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിയുമ്പോൾ ഞാൻ അവരെയാണ് കോൺടാക്റ്റ് ചെയ്യാറ്. അതിൽ ഭയങ്കര പലിശയാണ്. കൃത്യമായി കൊടുത്തില്ലെങ്കിൽ പണിയാണ്. അതാ ഞാൻ അവനോട് ആദ്യം തൊട്ടേ പറയുന്നത്. പക്ഷേ അപ്പോഴേക്കും നീ അതിലും വലിയ വള്ളിയും പിടിച്ചോണ്ട് വന്നില്ലേ. ഇതൊരു ലൂപ്പാണ്, ഇതിൽ നിന്ന് എങ്ങനെയും ഇറങ്ങണം. ഇറങ്ങണം ചേട്ടാ, എങ്ങനെയും ഇറങ്ങണം. ഒരു കാര്യമില്ലാതെ ഞാനും ഇതിൽ പെട്ടുപോയി. അവൻ്റെ വണ്ടിയും പോയി, ഫോണും പോയി. സാഗറിനെ അമ്മാര് പിടിച്ചോണ്ടും പോയി. കൊല്ലുമെന്ന് പറഞ്ഞാൽ അമ്മാര് കൊല്ലും. ഇപ്പാണേ വണ്ടിയെ പോയിട്ടുള്ളൂ. നീ ജീവനെടുക്കളെ ഞാനില്ല. നീ വേണേ വന്നാൽ മതി. എടാ ഇപ്പം തർക്കിക്കാൻ നേരമില്ല. ഈ രാത്രി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണിയാവും. 24 മണിക്കൂറല്ലേ അവർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അത് എവിടുന്ന് തുടങ്ങും? ആ ബോക്സിൽ സാധനം ഇല്ലെന്നല്ലേ പറഞ്ഞേ? ശരിക്കും അതിലുണ്ടായിരുന്നു. അവൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നിടം വരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് അതിൻ്റെ മെസ്സേജ് ഇട്ടതാ. മാതാ, എടാ എന്തെങ്കിലും ഓട്ടോ ഉണ്ടല്ലേ? നാളെ എന്നെ വൈകുന്നേരത്തേക്ക് വിളിച്ചാൽ മതി. എൻ്റെ വണ്ടിയുടെ സെൻട്രൽ ലോക്കിംഗ് കംപ്ലൈൻറ്റ്. ചേട്ടാ, അതൊന്നും ഒരു കുഴപ്പമില്ല. അവൻ ആ സാഗറിനെ ഒന്ന് പിക്ക് ചെയ്യാവോ? ഞാൻ ഇവിടെ ലണ്ടനിലെ സ്റ്റക്കാ. അതല്ല, ചേട്ടൻ്റെ വണ്ടിയുടെ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയതാണെങ്കിലോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിന് ഫുഡ് കോർട്ട് അടച്ചു കാണില്ലേ ഇപ്പം? എടാ, തിന്നാൻ പോവാന്നല്ല പറഞ്ഞത്, നോക്കാന്നാ പറഞ്ഞേ. എടാ വെട്ടിക്കൂട്ട് മാത്രം ഈ പണിയിൽ വെച്ച് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടല്ലോ. എടാ ഇപ്പം അടിയുണ്ടാക്കാനുള്ള സമയമാണോ? ഒന്നിച്ച് നിന്നെങ്കിലേ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നീയൊക്കെ വല്ലവൻ്റെ പിച്ചാത്തി പിടിക്ക് തീരും, അറിയോ? എന്നാ വാ പോയി നോക്കാം.
ഇവൻ പോയിട്ട് കുറേ നേരമായല്ലോ. ആ അവൻ ദേ വരുന്നടാ. എനിക്കാണെ അറിയാവുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവനവൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞും പോയി. ഇപ്പോൾ അവിടെ ഇരിക്കുന്നവനാണെ ഒന്നും കാണിച്ചും തരത്തില്ല. മറ്റവൻ ഇനി നാളെ രാവിലെ 6 മണിക്ക് വരത്തുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. ഇത് സാഗറിൻ്റെ ക്യാമറയല്ലേ? എടാ പട്ടിത്തണ്ടി ചെറ്റ നാറി, ജസ്റ്റ് ടൂറ് പോകുന്ന പോലെ ഒരു ബോക്സിങ് കൊണ്ടുവന്നാൽ മതി എന്നല്ലടാ നീ പറഞ്ഞേ. ഇതാണോടാ ടൂറ്? കുറെ നേരെ വണ്ടി ഇരിക്കുക, എങ്ങോട്ടൊന്നൊരു പിടിയില്ല, ചുറ്റും മരുഭൂമി മാത്രം. നീ കൂടുതൽ തമാശക്കല്ലേ? എയർപോർട്ട് ഇറങ്ങിയിട്ട് മാത്ത തന്ന കോർഡിനേറ്റ്സിൽ ഞാൻ പോയി. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നീ പറഞ്ഞ പോലെ മെനുവിലില്ലാത്തൊരു ഡിഷ് ഓർഡർ ചെയ്തു, തജീൻ വിത്ത് സ്പാനിഷ് ഫ്ലവർ. എനിക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയി. ഞാൻ എണീക്കുമ്പോൾ ഒരു വാനിൽ ഒരു ഡ്രൈവർ മാത്രം. അയാൾ ഒന്നും മിണ്ടുന്നില്ല, ആകെ കുറച്ച് അറബി മാത്രം പറയും. അയാൾ എന്നോട് പാസ് തരാൻ പറഞ്ഞു. ഞാൻ നീ തന്ന ട്രേഡ് കോയിൻ കൊടുത്തു. The Infinity Gang is back in business. What is the code? Spanish flower design, Nordic gold coin, German 20Z. Confirm it is right, or leave him in the desert. ആ വാൻ ചെന്നെത്തിയത് ഒരു ഡെസേർട്ടിലാണ്. ഞാൻ അവിടെ വെച്ച് സ്പെയിനിൽ നിന്നും ആംസ്റ്റർഡാമിൽ നിന്നും ഐസ്ലൻഡിൽ നിന്ന് ആളുകളെ പരിചയപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഒട്ടോത്തിൽ കയറി ഡെസേർട്ട് നടുക്കെത്തി അവിടെ ഒരാളെ പരിചയപ്പെട്ടു. Welcome to the Sahara Desert. Show me the pass. നീ തന്ന ട്രേഡ് കോയിൻ ഞാൻ അവരെ കാണിച്ചു. എനിക്കൊരു വൈറ്റ് ബോക്സ് തന്നു. അവിടുന്ന് സ്ട്രെയിറ്റ് ഞാൻ എയർപോർട്ടിൽ പോയി. എയർപോർട്ട് അടുക്കാറായപ്പം അതിൻ്റെ ഡ്രൈവർ ഒരു റെഡ് ബോക്സിൽ ഈ വൈറ്റ് ബോക്സ് ഇടാൻ പറഞ്ഞു. മെറ്റൽ ഡിറ്റക്ടർ പ്രൂഫ് ആണെന്നാണ് പറഞ്ഞത്. എടാ ഇതാ റേച്ചലാ. ആനി എന്നെ വിളിച്ചപ്പോൾ സാഗർ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വിളിക്കുന്ന. നീ ഇപ്പം എന്നെ ചെയ്യാ? ഒരു കാര്യം ചെയ്യേ, എടുക്ക്, ലൗഡ് സ്പീക്കർ ഇട്. എടാ പട്ടിത്തണ്ടി ചെറ്റ നാറി, ജസ്റ്റ് ടൂറ് പോകുന്ന പോലെ ഒരു ബോക്സിങ് കൊണ്ടുവന്നാൽ മതി എന്നല്ലടാ നീ പറഞ്ഞേ. ആരാ മാത്ത? അത് സാഗറാണോ? റേച്ചലെ, അത് സാഗറാ. അവനാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, അവൻ അടിച്ച് ഇച്ചിരി ഓഫാ. അവൻ ഇച്ചിരി കൂടിപ്പോയി. ഞാൻ നാളെ രാവിലെ ഞാൻ കൊണ്ടുവന്നാൽ മതിയോ? ഇപ്പം അവനെ കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയല്ല. ഞാൻ രാവിലെ എത്തിച്ചോളാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളിക്കാം. ഓക്കെ. എടാ മഹാഭാവികളെ, എന്ത് പണിയാടായി കാണിച്ചേ? അവൻ എവിടെയാണെന്നും വെച്ചാ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞേ. എൻ്റെ ചേട്ടാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്നെപ്പോഴത്തെ വെട്ടിക്കൊട്ട് ബുദ്ധിയുള്ളത് എനിക്ക്. മാതാ, ആ സമയം ഒന്ന് പറഞ്ഞേ. നൈറ്റ് ആയിരുന്നു. ദേ ഈ ഭാഗത്തായിരുന്നു വണ്ടി കിടന്നിരുന്നേ. ചേട്ടാ റോയി എവിടെ? അവൻ്റെ ടോയ്ലറ്റിൽ പോയി. ഇത് നോക്കിക്കേ. ആരാടാ ഇത്? എൻ്റെ മണി ബാഗ്. എടാ ഇവൻ ഏതാ? ഈ സെയിം ബൈക്കാരനാ ഇന്നലെ എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് തന്നെ പേടിപ്പിച്ചത്. വന്നേ നോക്കാം. കാശിട്ട് വെക്കുന്ന പേഴ്സായിരുന്നു. നമ്പർ ലോക്കും ഉള്ളായിരുന്നു. ആ എന്തിനാ എടുത്തോണ്ട് പോയത്? ദൈവത്തിനറിയാം. We have many enemies. Make sure no one interferes.
അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സിനെ കൊണ്ടുപോയേ. എടാ അവൻ്റെ ലൊക്കേഷൻ കിട്ടി. ആ ബാഗിൽ എൻ്റെ ഒരു എയർ ടാഗ് ഉണ്ടായിരുന്നു. എന്നാ വാ അങ്ങോട്ട് പോയി നോക്കാം. എടാ ഇപ്പൊ ലൊക്കേഷൻ കിട്ടുന്നില്ലല്ലോ. അടിപൊളി. ഇനി നമുക്ക് വായം പൊളിച്ചിരിക്കാം. ഒന്നും മിണ്ടായിരുരാ. മിണ്ടാതിരിക്കണം അല്ലേ? ഇതെല്ലാം വരുത്തി വെച്ച് ഞാനിനി മിണ്ടായിരിക്കണല്ലേ? ഇറങ്ങണോ കോപ്പേ? എടാ 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 നീ ഒന്ന് അടങ്ങ്. എടാ അടി വെക്കാനുള്ള സമയം അല്ല ഇപ്പോ. ഒച്ച കുറയ്ക്കുക. അപ്പൊ നിങ്ങളല്ലായിരുന്നു അതിന്റെ സാധനം മാറ്റിയത്? ഇത്രയും നേരം ഞങ്ങളോട് ചുറ്റിച്ചിട്ട്. എടാ അങ്ങനെയല്ല, ഞാനത് പറയട്ടെ. ഒരു കോപ്പും ഇല്ല, പറഞ്ഞിട്ട് പോയാൽ മതി. ഐ വിൽ എക്സ്പ്ലെയിൻ. ആദ്യം നമുക്ക് ആ ലൊക്കേഷനിൽ എത്താം, ഇല്ലെങ്കിൽ അത് അവിടുന്ന് പോകും. പ്ലീസ്. ഞാൻ നാട്ടിലൊരു ആവശ്യത്തിന് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയിരുന്നു എൻ്റെ ആ കോണ്ടാക്ട് വഴി. തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അടച്ചില്ലെങ്കിൽ അവന്മാർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം. Time is money. Give me my money back. They'll come after your family if you don't. അപ്പോഴാണ് സാഗറിനെ പിക്ക് ചെയ്യാൻ നീ പറയുന്നത്. സാഗറിൻ്റെ കയ്യിലുള്ള ബോക്സിൽ എന്തോ വാല്യുബിൾ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തെ ആ നിമിഷത്തിൽ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ, പറ്റിപ്പോയി. അവർ എൻ്റെ ഫാമിലിയെ തൊടുവെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതാ എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് ചിന്തിക്കത്ത് പോലുമില്ല. എൻ്റെ വണ്ടി വിറ്റിട്ടാണേലും നിങ്ങളുടെ ഈ സംഭവം ഞാൻ തിരിച്ചു തരും. പക്ഷേ എന്നെ ഒന്ന് വിശ്വസിക്ക്. എടാ ഇതിപ്പോൾ എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ലൊക്കേഷനിലേക്ക് ഇവിടെ പോകാം. അവൻ്റെ ലൊക്കേഷൻ കിട്ടി. ബാ പോകാം. ഇത് ഏത് കാട്ടുമുക്ക്? ഈ കാട്ടിൽ എവിടെയോ ആണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കോപ്പ് റേഞ്ചും ഇല്ലല്ലോ. അതിന് വഴിയുണ്ടാക്കാം. ബാ ഡാ റോയ്, ദാ ഇതൂടെ പിടിച്ചോ. ആകെയുള്ള ഒരായുധ. ഇതെന്നാ? ഇതൊക്കെ എവിടുന്നാ? ഒരാവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന. എടാ ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ടേ. ഡാ റോയ്, ഇത് പിടിച്ചോ, ഞങ്ങളങ്ങ് നടക്കുക. ഇതെന്നാ വോക്കി ടോക്കിയോ? എടാ ലൊക്കേഷൻ സ്ട്രെയിറ്റാ കാണിക്കുന്നത്. നോർത്തല്ലേ കാണിക്കുന്നത് ഇവിടെ? ഇത് ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അതെ അതെ.
എടാ എന്റെ വണ്ടി കണ്ടുപിടിച്ചു, ഈ കാറിലുണ്ടോ? പോടാ, ഇനി നമുക്ക് പോവാം. എടാ നീ എന്നെ ഈ പറയുന്നേ, നമുക്ക് സാഗറിനെ കണ്ടുപിടിക്കണ്ടേ? നീ ഇങ്ങ് വാ, നമുക്കതുവരെ നോക്കിയിട്ട് പോവാം. നീ പറ്റൂക്കി വാ. റോയിയുടെ കാർ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ സ്ഥലം തന്നെയാ. പക്ഷെ അവനെന്തിനാ വണ്ടിയിൽ നിന്ന് സാധനം എടുത്തോണ്ട് പോയത്? ഒരു പിടിയില്ല. ചേട്ടാ നിക്ക്. ഇതുപോലെ ഒരുത്തനായിരുന്നു ഇന്നലെ അവിടെ രാത്രി വന്നത്, പക്ഷെ വേറെ ബൈക്കായിരുന്നു. എടാ ഇത് ഇവന്മാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു, നമ്മളൊന്ന് സൂക്ഷിക്കണം. ചേട്ടാ നീ സാഗർ. എടാ സാഗറേ, ചേട്ടാ ഈ കെട്ട് മുറിക്കാൻ പറ്റുന്നില്ല. ഇവനെ എന്തോ ഡ്രഗ് കുത്തിവെച്ചേക്കോ. Brave, brave, brave. I asked you to find my gift box in 24. But you are at my place in exactly 18 hours. Impressed? Why are you playing games with me? You know where the box is. Your people took it. All games are over. Feel the heat of the bullet. എടാ ആ മാത്ത ടേപ്പട് ടേപ്പട് രണ്ടിനും വട്ടം കെട്ട്. നിങ്ങൾ വിട്ടോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. CCTV എവിഡൻസ് ഇല്ലേ? എൻ്റെ വണ്ടിയിൽ നിന്ന് കട്ടോണ്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചോളാം. നിങ്ങൾ വിട്ടോ, ഇല്ല നിങ്ങൾ പെടും. പൊക്കോ പൊക്കോ. മാത്ത ഫോൺ തന്നെടാ, വീട്ടിൽ വിളിക്കട്ടെ. ഹലോ എടി ഞാനാ. നാണമില്ലേ കള്ളും കുടിച്ച് തെറിയും പറഞ്ഞ മനുഷ്യനെ നാണം കെടുത്താൻ. ഇതിങ്ങോട്ട് വരണ്ട. Listen, bro. The Infinity Gang, they are real. They do exist. But if I'm being honest, they're too much of a civilized gangster and existed a long time ago. They were dealing with millions, not thousands. If I'm being honest, I think you've been scammed. Come on, man. There's nothing like a black or white gang. Mata, നിന്നെ ആരോ പറ്റിച്ചതാ. എൻ്റെ വണ്ടിയുടെ സെൻട്രൽ ലോക്കിംഗ് കംപ്ലൈൻറ്റാ. മാത്ത, നിന്റെ ട്രെയിൻ എങ്ങനെ മിസ്സായേ? വാട്ട്? Hi Matthew, I think you have left something on the exhibition floor. ഞാൻ തിരിച്ചു പോയപ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ ട്രെയിൻ മിസ്സായി. പക്ഷേ ആ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എടാ സാഗറേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും എന്നെ നോക്കണ്ട, ബോക്സ് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ പോയേക്കുന്നു. മാത്ത ഞാനല്ല, പുള്ളി എന്നെ നിർബന്ധിച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത്.
ഞാൻ അർജൻറ്റായിട്ടൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളി സമ്മതിച്ചില്ല. ബോക്സ് സേഫാണെന്ന് വിചാരിച്ചാണ് ബാക്ക് സീറ്റിൽ വെച്ചത്. എടാ നീ അറിഞ്ഞോ, നമ്മുടെ ബെന്നിച്ചേട്ടൻ പുതിയ ടെസ്ല വാങ്ങിച്ചു. അയാളാണ് നമ്മുടെ മലയാളി ഇവൻ്റെ ഗ്രാൻഡ് സ്പോൺസർ. പുള്ളിക്കോടുന്ന ഇപ്പം ഇത്രയും ക്യാഷ്. ഐ നോ ഐ ഹാവ് ബീൻ സ്കാം. പക്ഷേ എനിക്കൊരു തെളിവുമില്ല പ്രൂവ് ചെയ്യാൻ. ബട്ട് സാരമില്ല, ഹീ ഈസ് ദ വൺ ആൻഡ് ഓൺലി ഈവിൾ സാന്റ. നീയൊക്കെ എനിക്കൊട്ടുണ്ടാക്കാമെന്ന് കരുതിയോ? What is your plan? ഒരു ഇമാജിനറി ഗ്യാങ്സ്റ്റർ. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അണ്ടർവേൾഡ് ഗ്യാങ്. പക്ഷേ അവരിപ്പോൾ ആക്റ്റീവ് അല്ല. So? നിനക്കറിയാവോ എന്തുകൊണ്ട് ആളുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഹൈ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ തിരിച്ചടയ്ക്കുന്നു? ഫിയർ ഓഫ് ഇമാജിനറി ഗ്യാങ്സ്റ്റർ. പക്ഷേ അത് ഞാൻ തന്നെ. ഈ പേടി വെച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഫിയർ ഓഫ് ലൈഫ്, ഗ്രേറ്റ് ഫോർ മണി, രണ്ടും ഡെഡ്ലി കോമ്പിനേഷൻ. മാത്രം അതിന് ബെസ്റ്റാണ്. ഹേ ലവ് മണി, അത് തന്നെ അവൻ്റെ വീക്ക്നെസ്. പണ്ട് ഇൻഫിനിറ്റി ഗ്യാങ് യൂസ് ചെയ്ത ഒരു ട്രേഡ് ലൈൻ ഉണ്ട്. അതിൻ്റെ ട്രേഡ് കോഡ് എനിക്കൊരു അണ്ടർഗ്രൗണ്ട് സോഴ്സിൽ നിന്ന് കിട്ടി. ബട്ട് ദാറ്റ്സ് എ ഡെഡ്ലി ഗെയിം. ഐ നീഡ് യുവർ ഹെൽപ്പ്. I can do anything. Just pay me. Why so complicated? അവരുടെ ഉള്ളിൽ ഒരു ഭയം ജനിക്കണം. പിന്നെ അവർ ഒരിക്കലും ഇതിൻ്റെ പുറകെ വരാൻ പാടില്ല. I understand. I'll plan it and get it done. I will make a plan. I will scare the hell out of them. ഒരു സ്ഥലത്ത് മാത്രമേ ഈ പ്ലാൻ ബ്രേക്ക് ആയുള്ളൂ, സാഗറിൻ്റെ ക്യാമറ. പക്ഷേ ഞാൻ അവരെ കൺവിൻസ് ചെയ്തു. സ്റ്റിൽ സെർച്ചിങ് ഫോർ മെമ്മറി കാർഡ്. What is inside the box? Diamonds in a watch. നീ അന്ന് ശരിക്കും ആരെയായിരുന്നു കണ്ടത്? മാത്ത, അതൊരു ഫുഡ് ഡെലിവറി വന്നതാ. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് വിളിച്ചതാ. ഇവരാണ് ദ ഇൻഫിനിറ്റി ഗ്യാങ്. അറിയില്ല ഇങ്ങനെ ഒരാളുണ്ടോ എന്നോ അതോ ഈ കത്ത് എവിടെയെങ്കിലും എത്തുമോ എന്നോ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി. പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് നീ കരകയറി വരുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു ദിവസം വരും. വെൻ യു റിയലൈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ ക്രൂവൽ പ്രൊഡക്റ്റീവ്സ്, ഫ്രം ദാറ്റ് മൊമെന്റ് യുവർ ലൈഫ് ഫ്ലറിഷസ് വിത്ത് 7 കളേഴ്സ്. സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം, ഇത് മൂന്നുമാണ് കോറിലേറ്റഡ്. സന്തോഷമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, സമാധാനമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. What is inside us is the most powerful medium. Adrian, Edison, Infinity. I made a long-time promise with my grandfather. I won't let anyone ruin our family name. Infinity. Infinity is not just a name, it's a symbol. We don't have limits. Bring me those diamonds.